പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ സമിതിയുടെ പേരിൽ സർക്കാർ ചെലവഴിച്ചത് ലക്ഷങ്ങൾ. സമിതിയുടെ പ്രവർത്തനങ്ങൾക്കായി 70 ലക്ഷം രൂപയാണ് സർക്കാർ ചെലവാക്കിയത്. എന്നാൽ സമിതിയുടെ റിപ്പോർട്ട് 2 കൊല്ലം പൂർത്തിയായ സർക്കാർ റിപ്പോർട്ട് പഠിക്കാൻ വീണ്ടും ഒരു സമിതി നിയോഗിച്ചെന്നത് വിചിത്രം. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കുന്നതിന് 2018 നവംബർ 7-നാണ് എസ് സതീഷ് ചന്ദ്രബാബു കമ്മിറ്റി രൂപീകരിക്കുന്നത്. 2.5 വർഷം കഴിഞ്ഞ് 2021 ഏപ്രിൽ 30-ന് സമിതി റിപ്പോർട്ടും നൽകി. ഇക്കാലയളവിൽ പുനഃപരിശോധനാ സമിതിക്കായി സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് 70,60,098 രൂപ. ഇതിൽ ചെയർമാനും മറ്റു 2 അംഗങ്ങൾക്കും ഓണറേറിയമായി മാത്രം നൽകിയത് 45 ലക്ഷത്തിലധികം രൂപ. സമിതി സമർപ്പിച്ച റിപ്പോർട്ടിന് എന്ത് സംഭവിച്ചുവെന്നത് കൂടി കണക്കിലെടുക്കുമ്പോഴാണ് നടന്നത് വെറും ധൂർത്താണെന്നത് വ്യക്തമാവുക. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ തെറ്റോ നിയമലംഘനമോ ഇല്ലെന്നും എന്നാൽ ഒഴിവാക്കുന്നതിൽ നിയമ തടസ്സമില്ലെന്നുമായിരുന്നു സമിതിയുടെ കണ്ടെത്തൽ. 2021 നൽകിയ റിപ്പോർട്ട് 2 വർഷം സർക്കാർ പൂഴ്ത്തി. ജീവനക്കാരുടെ സംഘടനകൾ കോടതിയിൽ പോയതോടെ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് പഠിക്കാൻ മറ്റൊരു സമിതി കൂടി രൂപീകരിക്കുന്ന വിചിത്ര നിലപാടും സർക്കാർ സ്വീകരിച്ചു. സുപ്രീം കോടതി കണ്ണുരുട്ടിയതോടെ റിപ്പോർട്ട് പുറത്തുവിട്ടെങ്കിലും തുടർ നടപടികളൊന്നും സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. 2023 രൂപീകരിച്ച ധന നിയമ വകുപ്പ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അടങ്ങുന്ന 2ാമത്തെ സമിതിയാകട്ടെ ഇതുവരെ റിപ്പോർട്ടും നൽകിയിട്ടില്ല, യോഗങ്ങളും ചേരുന്നില്ല. ഇതിനിടയിൽ അഷ്വേർഡ് പെൻഷൻ പദ്ധതി എന്ന പ്രഖ്യാപനവുമായി 2 ബജറ്റുകളും വന്നു. എസ് സതീഷ് ചന്ദ്രബാബു കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ ഓർക്കുന്നു പോലുമില്ലെന്ന് സാരം. അതായത് 2.5 വർഷം കൊണ്ട് 70 ലക്ഷത്തിലധികം ചെലവഴിച്ചത് വെറും ജലരേഖയായി മാറി. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം. താങ്ക് യു അജീഷ്.